അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലകും ഫിൽ അർളി മുസ്തഖറുൻ വമതാഉൻ ഇലാ ഹീൻ. പ്രിയമുള്ളവരെ, SKICയുടെ ഈ തുള്ളി വെളിച്ചം പ്രോഗ്രാമിൽ സംസാരിക്കാൻ ഭാഗ്യം ലഭിച്ചതിൽ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. കാലം ഇന്ന് മനുഷ്യനെ കാത്തുനിൽക്കാതെ അതിന്റെ അവസാനത്തെ വരവേൽക്കാൻ അതിന്റെ എല്ലാ തയ്യാറെടുപ്പുകളും മനുഷ്യനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് ശക്തമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ സമയം എന്ന ഒരു വിഷയത്തെക്കുറിച്ച് ബോധവാന്മാരാകണമെന്ന് ഉണർത്താനും അതിനെക്കുറിച്ച് സമയത്തെക്കുറിച്ച് ഒരു ചെറിയ രണ്ട് വാക്കുകൾ സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സമയത്തിന് അതിയായി വില കൽപ്പിച്ച ഒരു മതമാണ് ഇസ്ലാം. സമയത്തിൻ്റെ ഓരോ നിമിഷങ്ങളും നിങ്ങൾ വളരെ ബോധത്തോടു കൂടി അതിനെ ചെലവഴിക്കണമെന്ന് ഇസ്ലാം ഉദ്ഘോഷിക്കുന്നുണ്ട്. സമയത്തെക്കുറിച്ച് നമ്മളെപ്പോഴും ബോധവാന്മാരാവേണ്ടതുണ്ട്. ലോകത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഏതൊരു വസ്തുവിനെയും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുമെങ്കിലും ഒരിക്കലും നേടിയെടുക്കാൻ കഴിയാത്ത ഒരു വസ്തുവാണ് സമയം. സമയത്തിലെ ഒരു കണിക പോലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ എത്ര വില കൊടുത്താലും നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ കോടികളുടെ വിലമതിക്കുന്ന വസ്തുക്കൾക്ക് നിങ്ങൾ എത്ര പ്രയത്നത്തിലൂടെയും നിങ്ങളതിനെ നേടിയെടുത്താൽ പോലും ഒരിക്കലും നിങ്ങൾക്ക് ഏത് പണത്തിലായാലും മതത്തിലായാലും നഷ്ടപ്പെട്ടു പോയ പോലിരിക്കുന്ന ഒരു വസ്തുവാണ് സമയം. സമയത്തെക്കുറിച്ച് നിങ്ങൾ വളരെ ബോധവാന്മാരാകണമെന്ന് ഖുർആൻ തന്നെ ഉണർത്തുന്നുണ്ട്. ഖുർആനിലെ ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സമയം നിശ്ചയിച്ചു വച്ചിരിക്കുന്നു. ആ സമയത്തിനുള്ളിൽ നിങ്ങളുടെ കർമ്മങ്ങളും നിങ്ങളോട് ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ച കൽപ്പനകൾ നിങ്ങൾ നല്ല രീതിയിൽ ചെയ്തു തീർക്കണമെന്നും ഇസ്ലാം ഒരു മനുഷ്യനെ ഉദ്ഘോഷിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ സമയത്തെക്കുറിച്ച് നല്ല ബോധവാന്മാരാവണം. സമയം എന്നുള്ള ഒരു വസ്തു നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടാത്ത ഒരു വസ്തുവാണ് എന്ന് നമ്മൾ ഓരോ നിമിഷവും ഓർത്തുകൊണ്ട് വേണം ജീവിക്കേണ്ടത്. ഇന്നത്തെ പ്രഭാഷകന്മാരിൽ നമ്മൾ സമയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മരണത്തെക്കുറിച്ച് അധികം സംസാരിച്ച് ഈ സമയത്തിനെ കുറിച്ചുള്ള വില പറയാതെ പോകുന്നുണ്ട്. പക്ഷെ മരണവും സമയവും രണ്ടാണ്. മരണത്തിന് ശേഷമുള്ള ജീവിതം ഒന്നാണ്, മരണത്തിന് മുമ്പുള്ള ജീവിതം ഒന്നാണ്. അപ്പോൾ മരണത്തിൻ്റെ ശേഷമുള്ള ജീവിതത്തിനെ കുറിച്ച് നമ്മൾക്ക് നല്ല രീതിയിലുള്ള ഒരു ജീവിതം ലഭിക്കണമെങ്കിൽ മരണത്തിൻ്റെ മുമ്പുള്ള ഈ ജീവിതത്തിലെ നമ്മുടെ ഓരോ നിമിഷവും നമുക്ക് നന്മകൾ ചെയ്ത് തീർത്ത് വരാനിരിക്കുന്ന ജീവിതത്തെ വരവേൽക്കാനുള്ള രീതിയിൽ നമ്മൾ ഒരുക്കി തയ്യാറാക്കി വെക്കണം. അത് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് മരണം എന്നുള്ളത് ഒരു വിഷയം തന്നെയാണ്. പക്ഷേ മരണത്തെ വരവേൽക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ മരണത്തിലേക്ക് എത്തിച്ചേരുന്നതിൻ്റെ മുമ്പുള്ള ഈ ജീവിതത്തിൻ്റെ ഈ നമുക്ക് നിശ്ചയിച്ച ഈ വിലമതിക്കാനാവാത്ത ഈ സമയമെന്ന വിഷയത്തെക്കുറിച്ച് നമ്മളെപ്പോഴും ബോധവാന്മാരായിക്കൊണ്ട് തന്നെയാണ് ജീവിക്കേണ്ടത്. നിങ്ങളുടെ ഓരോ നിമിഷവും നിങ്ങളിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് ഉറച്ച ഒരു ബോധമുണ്ടാവണം. എൻ്റെ ഈ ഒരു സെക്കൻഡ് എനിക്ക് നഷ്ടപ്പെട്ടത് വളരെ നല്ല രീതിയിൽ തന്നെയാണ് എൻ്റെ കയ്യിൽ നിന്നും അത് കഴിഞ്ഞു പോയത് എന്ന ഒരു ബോധം നമ്മുടെ മനസ്സാന്തരങ്ങളിൽ നിങ്ങൾക്കുണ്ടായി എങ്കിൽ നിങ്ങളുടെ വരാനിരിക്കുന്ന മരണശേഷമുള്ള ജീവിതം അത് വിജയം തന്നെയായിരിക്കും. ഇസ്ലാമികമായിട്ട് തന്നെയാണ് എൻ്റെ ഓരോ നിമിഷവും ഞാൻ ചെലവഴിച്ചത് എന്ന ഒരു ബോധം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ എങ്കിൽ നിങ്ങൾ വിജയിച്ചവരുടെ കൂട്ടത്തിൽ തന്നെയാണ്. ഇന്നത്തെ ഈ കാലം ലോകാവസാനത്തോട് അടുത്തു വന്ന ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അടയാളങ്ങളെ കാണിക്കുന്നുമുണ്ട്. നമുക്ക് സമയത്തിന് ഒപ്പം സഞ്ചരിക്കാൻ കഴിയുന്നുമില്ല. തുർമുദിയിലെ ഹദീസിൽ പറയുന്നില്ലേ, ലോകം അവസാനിക്കുന്നതോട് അടുത്തു വരുമ്പോൾ നിങ്ങളുടെ വർഷങ്ങൾ മാസങ്ങളെപ്പോലെ കാണാം, മാസങ്ങൾ ആഴ്ചകളെപ്പോലെ കാണാം, ആഴ്ചകൾ ദിവസങ്ങളെപ്പോലെ കാണാം, ദിവസങ്ങൾ നിമിഷങ്ങളെപ്പോലെ കാണാം, നിമിഷങ്ങളോ തീ കത്തിത്തീരുന്നത് പോലെ കാണാം എന്ന് തുർമുദിയിലെ ഒരു ഹദീസിൽ വിവരിക്കുന്നത് കാണാം. അപ്പോൾ ഇന്ന് ആ ഒരു അവസ്ഥയിലാണുള്ളത്. അപ്പോൾ നമ്മുടെ സമയങ്ങൾ എന്ന് പറഞ്ഞത് നമുക്ക് മതിയാകുന്നില്ല. അപ്പോൾ ഓരോ നിമിഷവും ഇസ്ലാം പ്രഭാതം മുതൽ പ്രദോഷം വരെ നമുക്ക് ജീവിക്കേണ്ട ഒരു വഴിയും അതിൻ്റെ രീതിയും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആ രീതി സുബഹി, ലുഹർ, അസർ, മഗ്രിബ്, ഇഷ അത് തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്. അതിൻ്റെ ഇടയിലുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ, അതിൻ്റെ ഇടയിൽ സുന്നത്തായിട്ട് നമുക്ക് ചെയ്യാൻ കൽപ്പിച്ചിരുന്ന ഒരുപാട് ദിക്റുകൾ ഞാൻ ഓതി വച്ച ഒരു ആയത്ത് ആൽ ഇംറാൻ സൂറത്തിലെ 36 സൂക്തത്തിന്റെ അവസാനം വലക്കും ഫിൽ അർളി മുസ്തഖറുൻ വമതാഉൻ ഇലാ ഹീൻ. നിങ്ങൾക്ക് ഈ ലോകത്ത് ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്തിൽ നിങ്ങൾക്ക് ഭക്ഷിക്കാനുള്ള ഭക്ഷണവുമുണ്ട്.
പക്ഷേ ആ ഒരു സമയം നമ്മൾ കണ്ടറിഞ്ഞ് നമ്മൾ ഉൾബോധത്തോടു കൂടി ജീവിക്കുകയാണ് എങ്കിൽ നമുക്ക് വരാനിരിക്കുന്ന മരണശേഷമുള്ള ജീവിതം സുന്ദരമാക്കാം. അതുകൊണ്ട് നമ്മുടെ സമയത്തെ വളരെ വിലയോടുകൂടി നിങ്ങൾ ചെലവഴിക്കണമെന്ന് വളരെ വിനയത്തിൽ അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദുആ വസിയത്തോടെ.